ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. 79,650 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗിലൂടെ 4,978 പേർക്കും ദർശനം അനുവദിച്ചു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രവീൺ. ഒരു മിനിറ്റിൽ 60 മുതൽ 65 പേർക്ക് വരെ കയറാവുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണം. ഇത് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതൽ പേർക്ക് വളരെ വേഗത്തിൽ ദർശനം നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കൂടി ഉണ്ടോ? ഈ തിരക്ക് എത്രത്തോളം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. ഇപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ 18 പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ ഒടുവിൽ വന്ന കണക്കുകളിൽ അല്പം മാറ്റമുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്നലെ ഒരു ദിവസം 87,585 പേരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ കൂടുതൽ ഭക്തർ ദർശനത്തിന് എത്തിയിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ 3-ന് ക്ഷേത്രനട തുറന്നു. 3 മുതൽ 4 വരെയുള്ള ആദ്യ മണിക്കൂറിൽ 3,479 പേർ ദർശനം നടത്തി കഴിഞ്ഞു. അത് 4 മുതൽ 5 വരെയുള്ള ഒരു മണിക്കൂറാകുമ്പോൾ അത് 3,812 ഉയർന്നിട്ടുണ്ട്. 5 മുതൽ 6 മണി വരെയുള്ള സമയത്ത് വീണ്ടും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു. അത് 4,222 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റിൽ ശരാശരി 18 പടി ചവിട്ടുന്ന ഭക്തരുടെ എണ്ണം 70-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നും പതിവ് പോലെ തന്നെ ഭക്തജന തിരക്ക് കൂടുതലാണ്. വലിയ നടപ്പന്തലിൽ ഉൾപ്പെടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ശ്രീകോവിലിന്റെ സമീപമുള്ള ദൃശ്യം കാണാം. വലിയ ക്യൂ തന്നെയാണ് ഉള്ളത്. ഇന്നിപ്പോൾ 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. മണ്ഡല തീർത്ഥാടന കാലം ആരംഭിച്ചിട്ട് ഫ്ലൈ ഓവറിലും നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഈ സന്നിധാനത്തെ തിരക്ക് ദേവസ്വം ബോർഡും പോലീസും വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തിയ ശേഷം ആയിരിക്കും സ്പോട്ട് ബുക്കിംഗ് എത്ര വേണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡും പോലീസും എത്തുക. ഇപ്പോഴത്തെ നിലവിലെ തീരുമാനം അനുസരിച്ച് നിയന്ത്രിച്ച് മാത്രം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുക എന്നുള്ളതാണ്. അതായത് സന്നിധാനത്ത് എത്രമാത്രം തിരക്കുണ്ട് എന്ന് പോലീസ് ഓരോ നിമിഷവും വിലയിരുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുന്നത്. പലപ്പോഴും ഇവിടെ എത്തുന്ന ഭക്തരോട് ചോദിക്കുമ്പോൾ പമ്പയിൽ അധിക സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണം എന്നുള്ളത് പോലീസ് പലപ്പോഴും ഈ സന്നിധാനത്തെ തിരക്ക് അവർ നോക്കുന്നുണ്ട്. തിരക്ക് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന ഭക്തരുടെ എണ്ണം അവർ കുറയ്ക്കാൻ ശ്രമിക്കും. കാരണം അല്പസമയം അവിടെ പിടിച്ചു നിർത്തി അതിനുശേഷം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുമ്പോൾ മാത്രമേ വീണ്ടും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല ചവിട്ടാൻ അനുവദിക്കുകയുള്ളൂ. ഇന്നും സ്പോട്ട് ബുക്കിംഗ് അത് എത്രയാണ് എന്നുള്ളത് അല്പസമയത്തിനകം ദേവസ്വം ബോർഡ് പോലീസും കൂടി ചേർന്ന് തീരുമാനിക്കും. പുലർച്ചെ മുതലുള്ള തിരക്ക് ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലുണ്ട്, പോലീസിന്റെയും പരിഗണനയിലുണ്ട്. അത് അനുസരിച്ച് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് എത്ര എന്നുള്ളത് നിശ്ചയിക്കുക. ഇന്നലെ ഏതായാലും 4,978 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെ പ്രവേശനം അനുവദിച്ചിരുന്നു, ദർശനം അനുവദിച്ചിരുന്നു. അത് ഇന്നും സ്വാഭാവികമായും അത്ര തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് ഈ കാണുന്നതാണ്. ഇതിപ്പോൾ ശ്രീകോവിലിന് സമീപമുള്ള തിരക്കാണ് കാണുന്നത്. എത്രമാത്രം തിരക്കുണ്ട് എന്ന് നല്ല ദർശനം കുഴപ്പമില്ല. നല്ല ദർശനം കിട്ടി. നല്ല ദർശനം തന്നെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നേരം പോലെ പോവാച്ചാ ഓക്കെയാണ്. പമ്പയിൽ എത്ര സമയം നിൽക്കേണ്ടി വരുന്നുണ്ട്? പമ്പയില് ഞാൻ അത്ര നിന്നില്ല. നേരിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് മാത്രമേ കുറച്ച് സമയം വന്നിട്ടുള്ളൂ. സുഖദർശനം ലഭിക്കുന്നുണ്ട്. സുഖദർശനം ലഭിക്കുന്നുണ്ട്. കുഴപ്പമില്ല. പോലീസുകാരുടെ സമ്മതം കൊണ്ട് നല്ലതാവാൻ പോകുന്നുണ്ട്. പോലീസുകാരുടെ ഒരു സേവനം എങ്ങനെയുണ്ട്? നല്ല സമ്മതമാണ്. ഇപ്പൊ കുഴപ്പമില്ലാതെ പോവുകയാണ്. ഒരു കുഴപ്പമില്ല. ഇപ്പൊ നല്ല മുമ്പത്തെക്കാട്ടിലും ബെറ്ററാണ് ഏകദേശം. 18 പടി ചവിട്ടിക്കാരെ ഇപ്പോൾ ഉള്ളൊരു അനുഭവം എങ്ങനെയായിരുന്നു? വേഗത്തിൽ കയറാൻ പറ്റിയോ? നല്ല സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ പോവായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ദർശനം തന്നെ. എല്ലാ കൊല്ലവും സുഖമായിട്ട് ദർശനം കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. தரிசனம் அருமையான தரிசனம், நல்லா இருக்கு. என்னது? நல்லா இருந்தது தரிசனம். நேற்றுக்கு நைட்டு பார்த்துட்டு இப்போ காலையில் ஒரு அடி பார்த்து. താങ്ക് അതുപോലെ ഇന്നും ഇതര സംസ്ഥാനത്തുള്ള ഭക്തരാണ് കൂടുതലും ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഭക്തർ ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.